എൻ്റെ മോനെ സീന് സാധനം ഗായ്സ്. അപ്പുറം നല്ലൊരു ഹെവി സാധനം കയറിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അടിപൊളി ചെറിയ 2 കിലോയുള്ള ചെറിയാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം. അടിപൊളി സാധനമാണ്. പെട്ടെന്ന് നമുക്ക് കൊണ്ട് ചെന്ന് നോക്കാം ഗൈസ്. അപ്പം ഗൈസ് നമ്മളിതാ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ പാടത്താണ് നമ്മളെ നേരത്തെ പറഞ്ഞ ചെറുമീനുള്ള 2 കിലോൻ്റെ ഹെവി ചെറുമീൻ ഇവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ നേരത്തെ അടിച്ച് തന്നെ സ്റ്റിക്കിൽ അടിച്ച് കയറ്റിച്ച് കൊയ്തിട്ട പാടത്ത് നല്ല സേഫായിട്ട് അങ്ങനെ കിടത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ ചെന്ന് നോക്കാം. ഇവിടെ ഇറങ്ങി നോക്കാം നമ്മളെ സാധനം എത്ര വലുപ്പമുണ്ട്. എൻ്റെ മോനെ സീന് സാധനം പിടിക്കട്ടെ ഒറ്റ ഇതിപ്പോൾ ഇടയ്ക്കല്ലോ ഹെവി സാധനമല്ലോ മോനെ. മോനെ അത് പഠിക്കും കഴിക്കുന്നത്. കിട്ടിപ്പോയി ഗൈസ്. ആദ്യം ഒന്ന് നൈസായിട്ടൊന്ന് പഠിച്ചെങ്കിലും പിന്നെ നല്ല അടിപൊളിയായിട്ട് കൈ തന്നെ വന്നിട്ടുണ്ട്. വലിയ ഇടങ്ങാറൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. വലിയ വടപ്പലൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട ഉണ്ടോ. നല്ല ചത്ത പോലെ അടങ്ങി കുത്തിരിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു പടക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ സെറ്റായിട്ട് ഇതാ നമ്മൾ ചളിയെല്ലാം കൈ മൊഞ്ചനാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പഠിക്കുക അത്രയേ ഉള്ളൂ. വലിയ ഇടങ്ങാറും കാര്യങ്ങളില്ല. കാണാം ഹെവി സാധനമാണ്. സീന് സാധനം. എൻ്റെ മോനെ പൊളി കിടുക്കാച്ചി സാധനം. 2 കിലോൻ്റെ മുകളിൽ എന്തായാലും ഉണ്ട്. ഹെവി സാധനമാണ്. എന്തായാലും നമ്മൾ കരക്കല്ലൊന്ന് വെച്ച് നോക്കട്ടെ. നല്ല കണ്ടോ, നല്ല അടിപൊളി കളറിലും കണ്ടോ, നല്ല ഡിസൈന്. ഇതാ ചെറുമീൻ്റെ പ്രത്യേകത. കാണാൻ നല്ല അടിപൊളി മൊഞ്ചായിരിക്കും. എന്തായാലും അടിപൊളി കിടുക്കാച്ചി സാധനം തന്നെയാണ്. അതായത് നമ്മുടെ ചെക്കൻ ഇവിടെ അടിച്ച് കയറ്റിച്ച് പാടത്തിട്ട് പോയാണ്. അടുത്ത മീനെ പൊക്കാൻ പോയിട്ടുണ്ട്. പിടിച്ചാരാന്ന് കാണിക്കാനുള്ള വകുപ്പില്ല. അടുത്ത സ്ട്രൈക്കിന് പോയിട്ടുണ്ട്. എന്തായാലും അടുത്ത കിട്ടിച്ച് വരട്ടെ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ സേഫായിട്ട് ചാവാതെ സേഫായിട്ട് ഈ വയലിൽ തന്നെ വെക്കാം. നല്ലൊരു സ്ഥലത്ത് നല്ലൊരു തെളിഞ്ഞ ഇവിടെ തന്നെ. ഇവിടെ ആകുമ്പോൾ അങ്ങോട്ടും പോകാൻ സാധ്യതയില്ല. കൊയ്തിട്ട് പാടാൻ കൊണ്ട് സേഫായിട്ട് ഇവിടെ കിടക്കും. എന്തായാലും ഇവിടെ കിടന്നിട്ടോ. അപ്പോൾ അടുത്ത മീനായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.